വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ആമേൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 59 സങ്കീർത്തനം അതിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങളെ വായിക്കാം. കോപത്തോടെ അവരെ സംഹരിക്കണമേ, അവരില്ലാതെ ആകും വണ്ണം അവരെ സംഹരിച്ചു കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചുകൊണ്ടവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. കർത്താവിൻ്റെ പുനർനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വചനഭാഗത്ത് നമ്മൾ കേൾക്കുമ്പോൾ കോപത്തോടെ അവരെ സംഹരിക്കണമേ, അവർ ഇല്ലാതെയാകുമെന്ന് അവരെ സംഹരിച്ച് കളയണമേ. ദൈവം യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെ അറിയുമാറാകട്ടെ എന്ന് ഇവിടെ ഒരു പ്രാർത്ഥന തന്നെ കഴിക്കുകയാണ്. അതായത് ദാവീദിൻ്റെ സങ്കീർത്തന ഭാഗം അവനെ കൊല്ലേണ്ടതിന് ശൗലയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചതെന്നാണ് വചനം. ശത്രുക്കൾ നിമിത്തം പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്തവണ്ണം മാനസികമായി ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഏറെ അനുഭവിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ വിശ്വാസത്തിന് ഒരു കോട്ടവും ഇല്ലാതെ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റവും വലുത് തന്നെയാണ്. ആമേൻ. പടവചനം 14 വാക്യം പറഞ്ഞു, സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ദൈവമക്കളെ, നിന്ദിക്കുന്നവരുടെയും പഴിക്കുന്നവരുടെയും വേദനിപ്പിക്കുന്നവരുടെയൊക്കെ അനുഭവമാണിത്. അവർക്ക് തൃപ്തി വരാത്തത് കൊണ്ട് രാത്രി മുഴുവനും അവർ താമസിക്കുന്ന പറയുന്നത്. അത് സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചും കൊണ്ട് നഗരത്തിന് ചുറ്റും നടക്കുന്ന വചനം. പിന്നീടോ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 16 വാക്യം. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. പുറത്ത് ശത്രുക്കൾ ചുറ്റി നിൽക്കുകയാണ്. അകത്തുനിന്ന് ഒന്നിറങ്ങി വരുന്ന താമസം. അത്രമാത്രം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ശത്രുക്കൾ ചുറ്റി നടക്കുമ്പോൾ, വീടിന് ചുറ്റി നിൽക്കുമ്പോൾ, അതും ഇത്രയും ശത്രുക്കൾ വന്ന് ചുറ്റി നിൽക്കുന്നത്, നായകനായിട്ട് നിൽക്കുന്നത് തൻ്റെ യജമാനനും. ദൈവമക്കളെ, ദാവീദ് രാജാവിൻ്റെ ആ മനസ്സിൻ്റെ അനുഭവം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഈ സമയത്ത് തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. തൻ്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തുതി കൊടുക്കുകയാണ്. പുറത്ത് ശത്രുക്കൾ ആഘോഷിക്കുകയാണ്. അകത്ത് കിടക്കുന്ന ദാവീദിനെ ചൊല്ലി പരിഹസിക്കുകയാണ്. ഒരുപക്ഷെ ഇതെല്ലാം അകത്ത് നിന്ന് ദാവീദിനെ കാണാം, കേൾക്കാതിരിക്കാം. പക്ഷെ അപ്പോഴും ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കാൻ, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. ആദ്യകാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ചത്ത് കിടന്നുറങ്ങുന്നുമില്ല, വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല, ശത്രുക്കളാണല്ലോ, അതുകൊണ്ട് കുറേ നേരം കൂടെ കിടന്നുറങ്ങാം എന്ന് വെക്കുന്നില്ല. ആദ്യകാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കുമെന്ന്. ദൈവമക്കളെ, ഇത് ദാവീദിനല്ലാതെ ആർക്ക് പറ്റും? പരിഹാസങ്ങൾ അകത്തിരുന്ന് കേൾക്കാം. ഉപദ്രവിക്കുവാനുള്ളവരെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് ചുറ്റി നടക്കുമ്പോൾ, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ യജമാനൻ കൽപ്പിച്ചു വച്ചിരിക്കുമ്പോൾ, അകത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദിന് ഇത്രമാത്രം മനസ്സൊരുക്കം ദൈവം കൊടുത്തതല്ലേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ താങ്ങണമെന്ന് വെറുതെയല്ലോ പ്രാർത്ഥിച്ചത്. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടാം. അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗൗരവവും അഭയസ്ഥാനവുമായിരുന്നു. കഷ്ടകാല സമയം വന്നപ്പോൾ എല്ലാവരും വേണ്ടപ്പെട്ടവരൊക്കെ ശത്രുവശത്ത് കൂടി നിൽക്കുമ്പോൾ, തനിക്ക് എന്താണ് സംഭവിക്കുന്നത് കാണാൻ വേണ്ടി ചുറ്റിനും കാത്തു നിൽക്കുമ്പോൾ, ദേഹത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു.
എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. സ്തുതിക്ക് കുറവില്ല ദൈവമക്കളെ. പുറത്ത് യുദ്ധം നടക്കുമ്പോഴും, പുറത്ത് ശത്രുക്കൾ പൊട്ടി ഘോഷിക്കുമ്പോഴും, നിന്നാവാക്കളും പരിഹാസവും ഭീഷണിയുടെ സ്വരവും കേൾക്കുമ്പോഴും, അകത്ത് ബലമായുള്ള ദൈവത്തെ ഘോഷിക്കുവാൻ, സ്തുതി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും എന്നാണ് പറഞ്ഞത്. ഈ പാട്ടിൻ്റെ രാഗമോ താളമോ നമ്മളാരും കേട്ടിട്ടില്ല. ദാവീദ് വളരെ മനോഹരമായിട്ട് സ്തുതി പാടി ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. അകത്തിരുന്നുള്ള ഈ പ്രാർത്ഥനയെ തകർക്കുവാൻ പറ്റിയ ഒരു ശത്രു ചുറ്റിനുമില്ല ദൈവമക്കളെ. ശത്രുക്കളെ ഭയന്നുകൊണ്ടും മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പുറത്തെന്തും ശത്രുക്കൾ ആഘോഷം വയ്ക്കുമ്പോഴും അകത്ത് ദൈവമക്കളെ നമ്മുടെ സ്തുതിഗീതങ്ങൾ കേൾക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്. കഷ്ടകാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, മാറാത്തവനായി നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, ആ സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പാട്ടിന് കുറവില്ല, സ്തുതിപ്പ് കുറവില്ല, വിശ്വാസത്തിന് കുറവില്ല. എല്ലാം ശക്തമായിട്ട് ഭക്തിയോടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശത്രുവിന് പോലും ഇതിനകത്ത് കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വിരിച്ച ചിറകിന് മറവിൽ ദാവീദിനെ കരുതിയ ദൈവം വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരുതുപോലെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുവചനത്തിലൂടെ എൻ്റെ കർത്താവിനെ വിശ്വാസത്തോടെ ഭയഭക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തമ്പുരാൻ തരുന്ന നന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണമേ. ഒരാപത്തുനൃത്തം വരാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ശത്രുക്കളെ ഭയപ്പെട്ട് കർത്താവെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുവാൻ പോലും പറ്റാതെ വണ്ണം തളർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തമായ ഭവനത്തിലും ശത്രു നിമിത്തം ഒന്ന് കിടന്നുറങ്ങുവാൻ പറ്റാതെ കർത്താവെ ഭവനത്തിന് വെളിയിലായിരുന്നു കൊണ്ടും ഈ ശുശ്രൂഷ കൂടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ സ്തോത്രം. ശത്രുക്കളുടെ കർത്താവെ വലിയ ഘോഷങ്ങൾ കേൾക്കുമ്പോൾ, ഭീഷണി കേൾക്കുമ്പോൾ, കർത്താവെ പരിഹാസം കേൾക്കുമ്പോൾ അകത്ത് യഥാസമയത്ത് അധികാലത്ത് തന്നെ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, പാടി സ്തുതിക്കുവാൻ, വാഴ്ത്തി സ്തുതിക്കുവാൻ കർത്താവെ വിശ്വസിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. അകത്ത് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കഷ്ടകാല സമയത്ത് കൂടെ നിൽക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, വലിയൊരു ആരാധന അകത്ത് നടക്കുമ്പോൾ, എൻ്റെ കർത്താവെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തുതികളിന്മേൽ വസിക്കുന്നതായ ദൈവത്തെ വാഴ്ത്തുമ്പോൾ, കർത്താവെ അകത്ത് നിന്ന് ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കർത്താവെ പുറത്തെ ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം. പിരിച്ച ചിറകിൻ മറവില് കർത്താവെ വിശ്വസിക്കുന്ന മക്കളെ, പ്രാർത്ഥിക്കുന്ന മക്കളെ, പാടി സ്തുതിക്കുന്ന മക്കളെ കർത്താവ് കാത്തു പരിപാലിക്കുമല്ലോപ്പാ. ദൈവമായ കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും മാറ്റിക്കൊണ്ട് എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ പ്രാർത്ഥനയ്ക്ക് മുടക്കമില്ലാതെ, ആരാധനയ്ക്ക് മുടക്കമില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കുമാറാണമേ. ആമീൻ. യേശുവേ സ്തോത്രം.